നമസ്കാരം. അമേരിക്കയുടെ അവകാശവാദം തള്ളി ഇറാൻ. ആണവ പരിശോധന അംഗീകരിക്കാതെ ഇറാൻ പട. പശ്ചിമേഷ്യയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും വികസ്വര രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ കരിനിഴൽ വീഴ്ത്താനും ആഗോള പോലീസുകാരനായി ചമയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന് ഏൽക്കേണ്ടി വന്ന കനത്ത നയതന്ത്ര പ്രഹരത്തിന്റെ പുതിയ അധ്യായങ്ങളാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും പുറത്തു വരുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കപ്പൽ പാതകളെയും സ്വതന്ത്ര രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെയും തങ്ങളുടെ നാവിക വ്യൂഹങ്ങളെ ഉപയോഗിച്ച് ഉപരോധിക്കാൻ ശ്രമിച്ച അമേരിക്ക ഇറാന്റെ അചഞ്ചലമായ പ്രതിരോധത്തിന് മുന്നിൽ ഒടുവിൽ തന്ത്രപരമായിട്ട് പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഇറാൻ ജനതയ്ക്ക് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച ക്രൂരമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളും പശ്ചിമേഷ്യയിലെ സൈനിക അധിനിവേശ നീക്കങ്ങളുമൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇത്തരം കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ദേശീയ സുരക്ഷയിലും ആണവ പരമാധികാരത്തിലും ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. അപ്പോൾ ഈ കടുത്ത പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചകൾക്കിടയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഇളവ് ലഭിച്ചു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഭാവിയിൽ ഇറാൻ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആണവ പരിശോധനകൾക്ക് വിധേയമാകാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ തങ്ങളുടെ പരാജയം മറച്ചുവെക്കുവാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെ പ്രതികരിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. പക്ഷേ അതിനോട് വിയോജിപ്പുകൾ മാത്രമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുടെ നട്ടല്ലായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇറാനെതിരെ കൂടുതൽ നാവിക ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ള അമേരിക്കൻ നാവികസേനയുടെ പദ്ധതികൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുവാൻ വാഷിംഗ്ടൺ നിർബന്ധിതരായിരിക്കുകയാണ്. വളരെ തന്ത്രപരമായിട്ട് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്ക് തുറന്നിടാനും ഇറാനെതിരെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധങ്ങൾ തുടരാതിരിക്കുവാനും തങ്ങൾ തീരുമാനിച്ചതായിട്ട് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇറാന്റെ സൈനിക ശേഷിയെയും പ്രാദേശികമായിട്ടുള്ള സ്വാധീനത്തെയും ഭയപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അമേരിക്കയ്ക്ക് തങ്ങളുടെ നാവിക ഉപരോധ നീക്കങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ പിന്തിരിയേണ്ടി വന്നത് എന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. എന്നിരുന്നാലും തങ്ങളുടെ സാമ്രാജ്യത്വ ഗർവ് അത് പൂർണ്ണമായിട്ടും കൈവിടാതെ സാഹചര്യങ്ങൾ മാറിയാൽ അമേരിക്കൻ നാവികസേന അതേപടി നിലയുറപ്പിക്കുമെന്ന ഭീഷണി ട്രംപ് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉപരോധം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ എല്ലാ കപ്പലുകളും അതേപടി നിലനിൽക്കുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാന്റെ നയതന്ത്ര വിജയത്തെയാണ് അടിവരയിടുന്നത് എന്നുള്ളതാണ്. അമേരിക്കയുടെ വിനാശകാരമായിട്ടുള്ള ഉപരോധ രാഷ്ട്രീയത്തിന് ഇറാന്റെ ശക്തമായുള്ള പരമാധികാര നിലപാടുകൾ ഏൽപ്പിച്ച വലിയൊരു തിരിച്ചടിയാണിത്. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ ഇറാൻ തങ്ങളുടെ ഭാഗം വളരെ വ്യക്തമായിട്ടും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടും തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഈ ചർച്ചകളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇറാൻ ഭാവിയിലേക്ക് വളരെ കാലം വിപുലമായിട്ടുള്ള ആണവ പരിശോധനകൾക്ക് വളരെ പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഈ ക്രമീകരണം വരും ദിവസങ്ങളിൽ ആണവ സത്യസന്ധത ഉറപ്പാക്കുമെന്നുമൊക്കെ ട്രംപ് അവകാശപ്പെടുകയാണ്. ആ അവകാശവാദങ്ങളെ തള്ളുകയാണ് ഇറാൻ. അമേരിക്കൻ മാധ്യമങ്ങൾ ഈ വിജയത്തെ ചെറുതായി കാണിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നു. ഇറാൻ വളരെ കാലം മുമ്പ് തന്നെ ഉയർന്ന തലത്തിലുള്ള ആണവ പരിശോധനകൾക്ക് സമ്മതിച്ചിരുന്നുവെന്നും അത്തരത്തിലുള്ള സമ്മതം ഇപ്പോഴും ഉണ്ട് എന്നുള്ള അവകാശവാദങ്ങൾ എഴുതി പിടിപ്പിക്കുകയാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ തുടർച്ചകൾക്ക് ഇത്തരം പരിശോധനകൾക്കൊരു മുൻവ്യവസ്ഥയായിരുന്നുവെന്നും ഇറാൻ ആ വ്യവസ്ഥകൾക്ക് അതിനു മുന്നിൽ വഴങ്ങില്ലായിരുന്നുവെങ്കിൽ ഇനി ചർച്ചകൾ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയാണ് ട്രംപ് വാദിക്കുന്നത്. സത്യത്തിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനോട് എന്ത് പറയാൻ? ലോകത്തെ ജനം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇറാനെ എന്നുള്ളത്. എന്നാൽ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള തങ്ങളുടെ ആണവ പദ്ധതികളുടെ സുതാര്യത അത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുവാൻ ഇറാൻ എപ്പോഴും തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. കാരണം അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള നിബന്ധനകൾക്ക് മുന്നിൽ കീഴടങ്ങാതെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയ ക്രൂരമായിട്ടുള്ള സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ അത് ഇറാന്റെ ആഭ്യന്തര വിപണിയെയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. മരുന്നുകളും അത്യാവശ്യ ജീവൻ രക്ഷാ സാമഗ്രികളും പോലും ഇറാന് നിഷേധിക്കുന്ന തരത്തിലുള്ള സാമ്രാജ്യത്വ നയങ്ങളാണ് അമേരിക്കൻ ഭരണകൂടങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇറാന്റെ നിലവിലെ ഈ കടുത്ത സാമ്പത്തിക സാഹചര്യത്തെ ഒരു മാനുഷിക പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കുവാൻ ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് പോലും നിർബന്ധിതനായിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ സഹായം അടിയന്തരമായിട്ട് ആവശ്യമാണ് എന്നും അത് വളരെ വൈകുന്നതിന് മുൻപ് ഇപ്പോൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ട്രംപ് തന്നെ തന്റെ പ്രസ്താവനയിൽ സമ്മതിക്കുന്നുണ്ട്. അമേരിക്ക തന്നെ സൃഷ്ടിച്ച ഒരു മാനുഷിക പ്രതിസന്ധിക്ക് നേരെ അവർ തന്നെ ഇപ്പോൾ സഹതാപം പ്രകടിപ്പിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ കാപട്യമാണ്. എന്നിരുന്നാലും ആഗോളതലത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കൻ സഖ്യശക്തികളുടെ കടുത്ത ഉപരോധങ്ങളെയും
സൈനിക ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് ഇറാൻ ഉയർത്തുന്ന ഈ പരമാധികാര പോരാട്ടമുണ്ടല്ലോ, സാമ്രാജ്യത്വ വിരുദ്ധ ചേരികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഇറാന് മുന്നിൽ ഇനി എന്ത് അവകാശവാദം അമേരിക്ക മുന്നോട്ട് വെച്ചാലും അതിനെയൊക്കെ തള്ളിക്കളയാനുള്ള കരുത്ത് ഇന്ന് ഇറാൻ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആണവ പരിശോധനയ്ക്ക് തയ്യാറാകുമെന്ന് പറയപ്പെടുന്ന ട്രംപിന്റെ അവകാശവാദത്തോടും ഒരു തരത്തിലും യോജിക്കുവാൻ കഴിയുന്ന സമീപനം സ്വീകരിക്കുവാൻ ഇറാൻ ആവില്ല. ആണവ പരിശോധന അംഗീകരിക്കാതെ ഇറാൻ പട മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ അവകാശവാദം തള്ളി മുന്നോട്ട് പോകുന്ന ഇറാനെ തകർക്കുവാനോ തളർത്തുവാനോ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ തർക്കവുമുണ്ട്. കാരണം അവർ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4 മാസത്തിലധികമായിട്ട് ഒരു മഹാരാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ കാണിക്കുന്ന ചങ്കുറ്റമുണ്ടല്ലോ, ആ ചങ്കുറപ്പിന് മുന്നിൽ വിറച്ചു പോകുന്ന അമേരിക്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനേക്കാൾ കേമൻ ആര് എന്ന് ചോദിച്ചാൽ അത് അരഗാച്ചിയോ പെസഷ്കിയാനോ ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇറാനെ തള്ളാൻ ഇനി അമേരിക്കയ്ക്കാവില്ല. പക്ഷേ അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളാൻ ഇറാന് കഴിയുമെന്ന് തെളിയിക്കുകയാണ് വീണ്ടും.